ഫോൺ അടിക്കും. എടുക്കണു. സാറല്ലേ സാർ എടുത്താൽ മതി. അയ്യോ തല അതൊന്നും നോക്കണ്ട, താങ്കൾ ഓളെടുക്ക്. അല്ല സാറിന്റെ ഒരു കസാര ഇരുന്നിട്ട് സാർ എടുക്കേണ്ട കാര്യം ഞാനല്ലല്ലോ എടുക്കുന്നത്. എടോ പ്രോട്ടോകോൾ ഒന്നും നോക്കണ്ട, താൻ എടുക്കതാ അറ്റൻഡ്. അല്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വേണേ ഞാൻ എടുക്കാം. എനിക്കറിയാം എടുക്കാനായിട്ട്. ഉണ്ടാ കട്ടായി. ഞാൻ പറഞ്ഞല്ലേ അപ്പോഴത്തേനും എടുക്കാൻ പറഞ്ഞില്ലേ. ഒരു കോൾ എടുത്തെന്ന് കരുതി എന്താണ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ആ അല്ല ഇനി വരുമല്ലോ, അന്നേരം എടുക്കാമല്ലോ. മിണ്ടല്ലടാ വേഷം കേട്ടത്. സാറേ ഇവനാണ് മറ്റേ മാലമോഷണ കേസിൽ പറയുന്ന പറഞ്ഞില്ലേ. എന്താ ഇവൻ പറഞ്ഞവൻ? ഒന്നും പറഞ്ഞില്ല സാറേ. അവന് ഒന്നും പറയുന്നില്ല. അവൻ അത് എടുത്തിട്ടില്ലെന്ന് അവൻ പറയുന്നത്. എന്താടാ സംഭവം? എന്താണത്? ഞാൻ എടുത്തില്ല സാറേ, പിന്നെ എങ്ങനെയാ ഞാൻ സമ്മതിക്കുന്നത്? സത്യം പറഞ്ഞോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കത് അങ്ങോട്ട് ഒഴിവാക്കി വിടാ. സത്യം പറയാലോ. നിങ്ങളോടായതുകൊണ്ട് പറയാ. ഞാൻ എടുത്തിട്ടില്ല അത്. സാറേ അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവൻ എടുത്തിട്ടുണ്ടെന്നുള്ളത്. എടാ എടുത്തെങ്കിൽ എടുത്തെന്ന് പറ നീ. സാറേ ഞാൻ എടുത്തില്ല സാറേ. വെറുതെ എന്റെ കൈ മെനക്കേടാക്കല്ലേ, പറയ് നീ കാര്യം പറ. ആ പെമ്പറന്നത്തി വെറുതെ പറഞ്ഞാ ഞാൻ എടുത്തിട്ടില്ല സാറേ. ഞാൻ ആ വഴിക്ക് പോലും പോയിട്ടില്ല. പരാതിക്കാരി എവിടെ? അവര് വരുന്നുണ്ട്. വരാൻ പറ അവരോട്. അവരെ കണ്ടാ പറയോ മാലയുള്ള കുടുംബത്തിലാണ്. നമസ്കാരം സാർ. ആ നമസ്കാരം. സാർ ഞാനൊരു പരാതി തന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ല. പരാതി വരാൻ പറഞ്ഞ എന്തിനാ സാറേ? ഇത് എവിടെ വെച്ചാ നിങ്ങളുടെ മാല മോഷണം പോയി? ബസ്സിനകത്ത് വെച്ചിട്ട്. ബസ്സിനകത്ത് വെച്ച് എങ്ങനെയായിരുന്നു ആ സംഭവം ഒന്ന് വിവരിക്കാമോ? അതെ സാറേ, ഞാൻ ഈ ബസ്സിനകത്തോട്ട് കയറിയപ്പോ ബസ്സിനകത്ത് കയറിയപ്പോ ഞാൻ പിടിച്ചോളാം വേണേ. വേണ്ട നല്ല ആളാ സാറേ. ബസ്സിനകത്തോട്ട് കയറിയപ്പോഴേ ഞാൻ സാറൊന്ന് മാറാ, ഞാൻ ഇരുന്ന് കാണിക്കാം. എന്തിന് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ മതി, ഞാനിനി അതിന് എഴുന്നേറ്റ് മാറണോ? അല്ല ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് സാറേ. ഇരുന്നപ്പോ എന്റെ ബാക്കിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നേ. എനിക്കറിയത്തില്ലായിരുന്നേ. അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയ തക്കത്തിന് ഇങ്ങനെ എന്റെ പുറകെ കൂടെ മാല അങ്ങ് പൊട്ടിച്ചെടുത്ത്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വെച്ചാലാണ്ട് തോണ്ടു വന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് അല്ല അങ്ങനല്ല സാറേ, എനിക്കത് ഫീൽ ചെയ്തില്ല. അപ്പൊ ഇയാളിങ്ങനെ പൊട്ടിച്ചിട്ട് ഇത് വലിച്ചും കൊണ്ട് എടുത്തപ്പോഴാണ് പെട്ടെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് കള്ളനെടുത്തങ്ങ് വിഴുങ്ങി. അയ്യോ അയ്യോ ഇയാളെ പോലെ ഒരാളാ. പോലെ ഒരാളാ ഞാനല്ല. ഞാനൊരു മിന്നായം പോലെ സാറേ കണ്ടത്. ഓ നീ എന്താ ചെയ്താ മാല? അതിന് ഞാൻ എടുത്തെങ്കിലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. വിഴുങ്ങിന്ന് പറഞ്ഞു. ആര് വിഴുങ്ങി? മാല കഴുത്ത് ഇടാവുള്ളതല്ല, അത് വല്ലൊരു മിഴുങ്ങു. ഇയാളൊന്നും ആയിരിക്കും. കാരണം ഇവർ ഉറങ്ങിയെന്നാണ് പറയുന്നത്. അതെ, ഇവർ ഉറങ്ങിയെന്ന് പറയുമ്പോ ചിലപ്പോ പല ആളുകളുണ്ടോ. ഇയാള് തന്നെ എനിക്ക് വ്യക്തമായിട്ട്. അല്ല പെമ്പർനോത്തി, നിങ്ങൾ ഞാനാണെന്ന് വല്ലതും നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഉറച്ചു പറയുന്നു? നിങ്ങളുടെ പുറകെ ഇരുന്ന് ഞാനാണോ? അല്ല, പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്? ഇയാൾക്കെന്താ ജോലി? എനിക്ക് ഞാനിങ്ങനെ ആൾക്കാരുമായിട്ട് സഹകരിച്ച് ഇങ്ങനെ പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ജോലിന്നൊന്നും എടുത്തു പറയാൻ തക്കവണ്ണമായ വേറൊരു രീതിയിലുള്ള ഒരു പ്ലാന്റേഷൻ അല്ല എന്റെ. ഇയാള് നല്ല കള്ളൻ. ഇയാളെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സാറേ സാറേ ഇത് പിന്നെ ഇത് ഇങ്ങനൊന്നും ചോദിച്ചാൽ ഇയാള് പറയത്തില്ല. നല്ല 2 ഇടി കൊടുത്താൽ മതി സാറേ. സാർ ഇടിക്കാൻ പറഞ്ഞു. അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. മിണ്ടരുത്. അതിന് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന അതിന് വേണ്ടിട്ട്. സാറാണ് ഇവിടെ ഇടിയൻ. ഞങ്ങളെ പോലും വേറെ ആരെ കൊണ്ട് ഇടിപ്പിക്കത്തില്ല. സാറാണ് ഇടിക്കുന്നത്. എന്നാ ഒന്ന് ഇടിച്ച അയാള് പറയൂ സാറേ. നിങ്ങളെ കെട്ടിയവനെ എപ്പോഴും ഇടിച്ച് സത്യം എക്സ്റേ എടുത്തായിരുന്നു. കണ്ടോ? ആദ്യം പറഞ്ഞു മാല എടുത്തെന്ന്, ഇപ്പൊ പറഞ്ഞു എക്സ്റേ എടുത്തെന്നും. ഇത് എന്നതാ ഞാൻ എടുത്തത്? എന്റെ പൊന്ന് സാധനം ഞാൻ എടുത്തിട്ടില്ല. എന്റെ പൊന്നെ ഇയാളെ കൊണ്ട് എക്സ്റേ എടുപ്പിച്ചോന്ന് എന്നോട് ചോദിച്ചാണ്. സാറേ എക്സ്റേ എടുത്ത് 2 എണ്ണം എടുത്തായിരുന്നു. എടുത്താ പോരെ? ഞാനാണ് എക്സ്റേ എടുക്കാൻ ഇയാളെ കൊണ്ടുപോയത്. അപ്പൊ പിന്നെ എന്റെ കൂടെ ഒരെണ്ണം എടുത്തു. അതല്ല, വൈഫ് എപ്പോഴും പറയും സാറേ എനിക്ക് നട്ടലില്ല. അപ്പൊ അവളെ ഒന്ന് കാണിക്കാൻ, നട്ടലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി 2 എണ്ണം സർക്കാർ അതിനകത്ത് മാല കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നട്ടലുണ്ട്. ശരി ഇടുവാ. ഓ സാധനം എടുത്ത് എങ്ങനെ കൊടുത്തേ? ആ പ്രശ്നം തീർക്ക്. എന്റെ 5 പവന്റെ മാലയാ സാറേ. 5 പവന്റെ മാല. 2.5 പവന്റെ മാലയുള്ളത്. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? 2.5 പവനുള്ളത് നിനക്ക് എങ്ങനെ മനസ്സിലായി? നീ വ്യക്തമാക്ക്. എങ്ങനെ മനസ്സിലായി? ഇയാൾ എടുത്തിട്ടുണ്ട്. ഇല്ല അതല്ല സാറേ, ഇങ്ങനെയുള്ള സ്ത്രീകൾ സാധാരണ 2.5 പവന്റെ മാല ഇട്ടുകൊണ്ടാണ് നടക്കാറ് പതിവ്. അതൊക്കെ പറഞ്ഞേ ഉള്ളൂ. സത്യമായിട്ട് 5 പവന്റെ മാലയാ സാറേ. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചൊന്ന് ധാരണയെത്ത. അല്ലാതെ ഇത് അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ ഇത് കേസ് കൊടുക്കാന്ന് വെച്ചു, ഇത് നേരെ കോടതി പോവും. എന്താ ജോലി? എന്താ? എനിക്ക് അവിടെ ഒരു ഫിനാൻസ് കമ്പനിയിൽ ഈ കേസിന് വിളിക്കുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകണമെന്ന് വെച്ചു. നിങ്ങൾ ജോലിക്ക് പോവോ കോടതി പോവോ? ജോലിക്ക് പോകും. ജോലിക്കേ പോകാവുള്ളൂ. കോടതി പോയി കഴിഞ്ഞാൽ ജോലി പോകും. അങ്ങനെ വീട്ടിൽ പട്ടിണിയാവും. ഭർത്താവിന് എന്നാ ജോലി? മഹാരാഷ്ട്ര. കണ്ടോ, അത്ര ദൂരെ കിടന്ന് കഷ്ടപ്പെടുക ആ കെട്ടിയവൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരിക്കലും കേസ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കോടതി കയറി ഇറങ്ങി നിങ്ങളുടെ ലൈഫ് പോകും.
അതിലും ഭേദം ആ മാല പോയി അങ്ങ് ഉപേക്ഷിക്കുക. അത്ര സിമ്പിൾ. എന്ത് പറയാൻ, ഞാനൊരു കേസ് വേണേ ഞാൻ രജിസ്റ്റർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സാറേ ഇത്രയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ പിന്നെ കേസ് വേണ്ട സാറേ. അതാ നല്ലത്. ഞാൻ എന്റെ പുറകെ തൂങ്ങി 2 പവനല്ലേ, അതങ്ങ് പൊയ്ക്കോട്ടെ. ഇപ്പൊ 2 പവനായി. നേരത്തെ അവർ 5 പവൻ പറഞ്ഞു, ഇപ്പൊ 2 ആയി. ഇനി ഒന്നുകൂടെ ചോദിക്കാനത് 1 പവനാവും. ലാസ്റ്റ് മാലയേ ഇല്ലെന്ന് പറയും. ഇല്ല, ശരിക്കും 2 പവനുണ്ട് സാർ. ഉണ്ടോ? 2 പവന്റെ മാല. നിങ്ങൾ ഈ കുടുംബത്തിൽ ഇല്ല, വേണ്ട വേണ്ട. കേസൊന്നും വേണ്ട, ഞങ്ങള് ഒന്ന് അന്വേഷിച്ചു പോകട്ടെ. എന്തെങ്കിലും കിട്ടണമെങ്കിൽ വിളിച്ച് തന്നേക്കാം. ഇപ്പൊ എന്റെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ട് തന്നേക്കാം. ഓ മിണ്ടല്ലടാ. കേട്ടോ, അതല്ല ഇതിനൊന്നും നിക്കല്ലേ ഇല്ല കേട്ടോ. നല്ല കുലീനതയുള്ള ഒരു സ്ത്രീ അല്ലേ? ഓ, കേസൊന്നും ശരി. സോറി കേട്ടോ ഓ, സാർ. എന്റെ ഭാഗത്തും കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ഇങ്ങോട്ട് മാറടാ, ഇവിടെ വന്ന് കിട നീ. സാറേ അതെ, മാല ഇവന്റെ ഉണ്ട്. ആണോ? എക്സ്റേക്കകത്തതുകൊണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇച്ചിരി ഇന്ന് പെരട്ടി ചോദിക്കുന്ന സംഭവം പറയും. പെരട്ടിയാലൊന്നും പറയില്ല. പറയും എങ്ങനെ? അത് ഇവന്റെ വീക്കൻസ് ഉണ്ട്, വീക്കൻസ് കയറി പിടിച്ചാൽ അവൻ പറയും. അതാ എന്റെ സാറേ, വീക്കൻസ് പിടിക്കണ്ട. എന്തേ? ശരിയായല്ലോ. അതല്ല അല്ല, അത് വേണ്ട. എടാ, ഒന്ന് മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ സംസാരിച്ചു. മിങ്കിൾ ചെയ്യാനാണ് കുഴപ്പമില്ല. പക്ഷെ വീക്കൻസി പിടിക്കുന്ന പറഞ്ഞപ്പോ അത് വീക്കൻസ് എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആണോ? ഉള്ളിലോട്ട് കള്ളി എന്ന് കഴിയുമ്പോഴുള്ള കാര്യം ഇനി പറയും. അല്ല, അവന്റെ കൂടെ നമ്മളിരുന്ന് വെള്ളം അടിക്കാന്ന് പറഞ്ഞാൽ അത് സുഖമുള്ള പരിപാടിയല്ല. സംഭവം അറിയണ്ടേ? ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 50-50 എടുത്തുകൂടെ? ശരിയാണ്. പെണ്ണുമ്പിള്ളക്ക് പരാതിയില്ലെന്ന് പറഞ്ഞ് പോയി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ ഒന്ന് കൊടുത്ത് 2 എണ്ണം കൊടുത്ത്. ഞാൻ ഇന്നലെ ബ്യൂറോയിൽ പോയപ്പോ സാറ് ഷെയർ ചെയ്യാത്തോണ്ട് ഞാൻ എടുക്കാൻ. എവിടെ സാധനം? സാധനം ഇരിപ്പുണ്ട്. എടാ, ഓ, നമുക്ക് ചെറുതടിച്ചല്ല. അടിച്ചോ? ഇല്ല, ഞാൻ സാധാരണ നമ്മുടെ ലോക്കൽ കമ്പനികളൊക്കെ ആയിട്ട് അത് അടിക്കാം. കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ആയിട്ട് ഒരു കമ്പനി കൂടാടാ, പ്രശ്നമൊന്നുമില്ല. തന്നെയല്ല സാറേ, ഞാൻ 6 മണിക്ക് ശേഷമേ അടിക്കുള്ളൂ. 5:55 5 മിനിറ്റ് കൂടി ഉള്ളൂ 6 മണിക്ക്. എന്നാലും അത് നിങ്ങളുടെയൊക്കെ കൂടെ എന്നാലും ഇല്ല, നമുക്ക് കഴിക്കാം. നീ ഇരിക്കേ. ഞാനത് എന്താണ്? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഇരുന്ന് അടിച്ചിട്ടില്ല. അടിക്കല്ല, അതൊക്കെ അല്ലേ ഒരു രസം. രസം അതാണ്. നീ കഴിക്കേ. ഏതാ സാധനം? ഇത് ഏതാ? അതിന് സാധനം ഒന്നും നോക്കണ്ട, നീ കഴിക്കും. നല്ല ക്വാളിറ്റി. വേറെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റുമോ? സ്ഥിരം അടിക്കുന്നുണ്ട്. പട്ടിയുടെ പട്ടമുള്ള ഒരു സാധനം ഉണ്ടല്ലോ, സ്ഥിരം കഴിക്കങ്ങോട്ട്. ഞാനല്ല വരുന്നത്, സന്തോഷത്തോടെ വാങ്ങി കഴിക്കേ. ഹലോ. അപ്പൊ ചിയേഴ്സ്. അല്ല, അതിങ്ങനെ മുട്ടിക്കണം സാർ. നമ്മള് ചെയ്യുന്ന രീതിക്ക് തന്നെ. വലിയ ഗുണമുള്ള ഐറ്റം ഒന്നും അല്ല ഇത്. ഇത് ഒറ്റയടിക്ക് അടിച്ച് തീർത്താ? ഞാൻ അങ്ങനെയാ. അവരോട് കഴിക്കും, കുഴപ്പമില്ല. അല്ല, തരുതേ, കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒഴിക്കണോ നിനക്ക്? നല്ല സാധനമാണിത്. വേണ്ട, വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട. ടച്ച് ചെയ്യാൻ കപ്പലിന്റെ ഉണ്ടായോ? സാറിന് എത്ര രൂപ ശമ്പളം ഉണ്ട്? എനിക്കൊരു 10-63,000 രൂപ ശമ്പളം. 60,000 ശമ്പളമുള്ള ആളാ 1.5 രൂപയുടെ കപ്പലിന് ഉണ്ടായി ടച്ചിങ്ങിന് വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കുന്നത്. ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ദവനെ വിട്ട് വാങ്ങിപ്പോ. ചിക്കൻ ഫ്രൈ നീ പോയി വാങ്ങിച്ചിട്ടോ? ചിക്കൻ ഫ്രൈ മേടിക്കാനേതാ? എന്നെ മേടിക്കുന്നു. നീ വാങ്ങിക്കുന്ന ചിക്കൻ ഫ്രൈ അല്ല, ഞാനാണ് വാങ്ങിക്കണ്ടേ? ഇയാൾ ഒരെണ്ണം കൂടെ ഒഴിച്ചിട്ടു. ഒരെണ്ണം ഒഴി. അല്ല, എന്താ വിളിച്ച്? ഇയാൾ ഒരെണ്ണം ഒഴി. അതൊഴിക്കാം. കള്ളുമുട്ടായി നിന്നു കുറഞ്ഞ സാധനം വാങ്ങി നിന്നിട്ട് നീ വേണം ഒരെണ്ണം അടിച്ചു. നീ അത് വലിച്ചു, നീ ഒരെണ്ണം അടി. നീയൊന്നും വിളിക്കല്ല. നീ മിണ്ടരുത്, നിനക്ക് വോയിസ് ഇല്ല ഇവിടെ പറയാൻ. നീ ഒരിടത്തടിച്ച കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സമക്കാരാണ്. അതിൻ്റെ അകത്ത് സീനിയോറിറ്റി താഴോട്ടി അകോർത്തിയേ ഇല്ല. നമുക്ക് പിന്നെ നമുക്ക് ഓർമ്മ അടിച്ചിട്ട് ചുമ്മാ ഒരു ചെറിയ പാട്ടങ്ങ് പാടാം. പാട്ടൊക്കെ പാടാം. നമ്മള് മറ്റേ നമ്മുടെ മാലയുടെ കാര്യം അത് വേറെ കിടക്കട്ടെ. ആദ്യം ഇത് സാധനം തീർക്കുക. ഉത്തരവാദിത്തമായിരിക്കണം. അത് കഴിക്കാം. മാലയപ്പ എടുത്തായിരുന്നില്ലേ നമ്മള്? അല്ലേ തട്ടി പറഞ്ഞാ അങ്ങോട്ട് പറയാമല്ലോ. ഞാൻ അളവി അതെടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വട്ടം കളിക്കുക.